ഈ ഏകപാത്ര നാടകത്തിന്റെ പേര് ക്രൂസോ അഥവാ ബ്രൂസോ എന്നാണ്. കവി സച്ചിദാനന്ദന്റെ ഒരു പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി നാടക പ്രവർത്തകനായ രവീന്ദ്രൻ മുജുകുന്ന് ആണ് ഇതിന് നാടക രൂപം നൽകിയിട്ടുള്ളത്. നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഈ സംഘാടക സമിതിയുടെ സജീവ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള മനോജ് മരുദൂറാണ്. വളരെ സ്നേഹപൂർവ്വം മനോജ് മരുദൂറിനെ ഈ സദസ്സിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്ന ലോകത്ത് ഔപചാരികതയുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഏറിയ നാടക പ്രവർത്തകനാണ്. ഇങ്ങനെ ഈ പരിപാടി ഒരു നാടകം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ വേണുമാഷനോട് MP കുഞ്ഞിക്കലാട്ടം ഒക്കെ പറഞ്ഞ സമയത്ത് എന്ത് നാടകം കളിക്കുന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേര് കളിക്കാൻ തീരുമാനിച്ച ഒരു നാടകമാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പ്ലേ ചെയ്യുന്നത്. അത് 2 കഥാപാത്രങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഈ നാടകം 2 പേരായിട്ട് അഭിനയിച്ചിട്ട് കേരളത്തിൽ മുഴുവൻ ഇത്തരം വേദികളിലൊക്കെ കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചാണ് ഈ നാടകം ചെയ്തത്. ഒന്ന്, ഈ നാടകം എനിക്കിവിടെ ലൈവായിട്ട് കളിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കുറച്ച് ദിവസം പനിയൊക്കെ ആയിട്ട് കിടന്നിട്ട് അസുഖമൊക്കെ ആയിട്ട് ശബ്ദങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാടകം റെക്കോർഡ് ചെയ്താണ് കളിക്കുന്നത്. അതിന്റെ പരിമിതി നിങ്ങൾ ഉൾക്കൊള്ളും. ഇത് ഒരു വലിയ നാടകമായിട്ടൊന്നും കാണണ്ട. ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു കലാപ്രവർത്തനമായിട്ട് മാത്രം കണ്ടാൽ മതി. ഈ നാടകം സച്ചിദാനന്ദന്റെ ഒരു ചെറിയൊരു കഥയാണ്. ആ കഥയിലെ കഥാപാത്രങ്ങളെ മാറി വന്ന് ആണ് ഈ നാടകം രവീന്ദ്രൻ മുജുകുന്ന് രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന്റെ ഉള്ള 2 കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് എവിടെയെങ്കിലും സാമ്യം തോന്നിയാൽ ഞാൻ അതിന്റെ ഉത്തരവാദിയല്ല, അത് ഫാസിസമാണ് അതിന്റെ ഉത്തരവാദി. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ വേദിയിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു ചെറിയ കലാപ്രവർത്തനം നടത്താൻ ഞാൻ പോവുകയാണ്. എല്ലാവർക്കും ബിഗ് നാടൻ സല്യൂട്ട്. നിങ്ങൾ സാഗൂതം നോക്കുന്നത് എന്നെയാണെന്ന് എനിക്കറിയാം. എന്താണ് ഇങ്ങനെയൊരു വേഷത്തിൽ ഇയാളെന്നാകും നിങ്ങളുടെ ചിന്ത. ആദ്യമേ പറയട്ടെ, ഞാൻ മാത്രമല്ല, പിന്നെ ഞാൻ റോബിൻസൺ ക്രൂസോ, ഞാൻ റൂസോയുമാണ്. റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡിഫോ എന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ തന്റെ സാങ്കല്പിക കഥയിൽ ജന്മം നൽകിയ അസാധാരണ കഥാപാത്രം റോബിൻസൺ ക്രൂസോ. വായിച്ചാലും മതിവരാത്ത സഞ്ചാര സാഹിത്യം. നിങ്ങളിൽ പലരും പലവട്ടം വായിച്ച ആ മഹത്തായ സഞ്ചാര നോവലിലെ കഥാപാത്രമായ ക്രൂസോ ദ്വീപിൽ അകപ്പെട്ടതും സംഘർഷ നിർഭര ജീവിതം നയിക്കുന്നതും ഞാനിവിടെ വീണ്ടും പറയാൻ പോകുന്നില്ല. ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റ് കപ്പലിനെ കീഴ്മേൽ മറിക്കുന്നു. പാവം ക്രൂസോ തിരമാലകളെ അതിജീവിച്ച് നീന്തി കരവയ്ക്കുന്നു. ഒരു ദ്വീപിലെത്തിച്ചേരുന്നു. അവൻ ഏകാകിയും നിസ്സഹായനുമായി ആ ദ്വീപിൽ കഴിയുന്നു. ഞാൻ ആ കഥയിലെ ക്രൂസോ അല്ല, ആ കഥയിലെ ബ്രൂസോ അല്ല. പിന്നെ ഞാനാരാണ്? ഞാൻ പ്രഭു, വേണമെങ്കിൽ രാജാവെന്ന് കരുതിക്കോളൂ. എന്നുവെച്ചാ ഈ രാജ്യം ഭരിക്കുന്ന പ്രഭു, നിങ്ങൾ പ്രജകൾ, ഞാനെന്ന അധികാരിക്ക് കീഴിൽ കഴിയുന്നവർ. ജനനിമിടമായ രാജ്യം, കോടാനുകൂടി ജനങ്ങൾ, പല ജീവിതങ്ങൾ, പലതരം ദൈവങ്ങളെ ആരാധിക്കുന്നവർ, വിചിത്രങ്ങളായ ആചാരങ്ങൾ, ആഘോഷങ്ങൾ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, വംശങ്ങൾ പലത്, വർണ്ണങ്ങളും എണ്ണമറ്റത്, എണ്ണിയാലൊടുങ്ങാത്തത്. ഇവറ്റകളെയൊക്കെ ഞാൻ എങ്ങനെ ഭരിക്കും? സത്തുക്കൾ, ഇവറ്റെയൊക്കെ എങ്ങനെ ഒരു മുഖത്തിന് കീഴിൽ കെട്ടി മുന്നോട്ട് കൊണ്ടുപോകും? ഇവരുടെ ഐക്യം എന്നെ ഭയപ്പെടുത്തുന്നു. ഹോ, കണ്ണുകൾ, തീപ്പാറുന്ന നോട്ടം, ചളി പുരണ്ട ശരീരം, ചളിയിൽ പുതഞ്ഞ പന്നികൾ,
തിന്നാലും തിന്നാലും വിശപ്പടങ്ങാത്ത അർത്ഥമ ഭണ്ഡാരങ്ങൾ, ഇവറ്റകളെല്ലാം ചേർന്നാണ് എന്നെ പ്രഭുവാക്കിയത്. ഭരണം എന്റെ തലയിൽ ചാർത്തി ആ കള്ളൻ ബ്രൂസോ മാറി നിൽക്കുന്നു. ബ്രൂസോ, എടാ ബ്രൂസോ, എടാ ബ്രൂസോ, നീ ഏത് നരകത്തിൽ ചെന്ന് ഒളിച്ചിരിക്കുക? കണ്ടാൽ അറിയാം അവൻ അപകടകാരിയാണെന്ന്. ഈ പന്നിക്കൂട്ടങ്ങളെല്ലാം എന്റെ തലയിൽ മാത്രം ചുമതലയിലാക്കി നാട്ടുകാർക്കിടയിൽ മാന്യമായി കഴിഞ്ഞുകൂടാ അവൻ. ബ്രൂസോ, നിന്റെ മുഖം നിന്നെ ഒരു കള്ളനാണെന്ന് വെളിവാക്കുന്നുണ്ട്. ബ്രൂസോ, ബ്രൂസോ, ബ്രൂസോ. ഞാൻ പറഞ്ഞതൊന്നും അയാൾ കേട്ടു കാണില്ലെന്ന് തോന്നുന്നു. ബ്രൂസോ വരുന്നുണ്ട്. മുഖത്തെ ക്രൗര്യം എന്താണാവോ വരവിന്റെ ഉദ്ദേശം? എടോ ബ്രൂസോ, താൻ ഒരു ഇടിയാണ്. താൻ തന്റെ വിലയും നിലയും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി കരുനീക്കിയാണ് നീ ഈ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. താൻ ഈ നാട്ടിലെ പ്രഭുവാണ്, മഹാപ്രഭു. എന്നാൽ താൻ ഒരു തെണ്ടിയെ പോലെ പെരുമാറുന്നു. പണ്ട് നീ ചായ അടിച്ചതും ഗ്ലാസ് കഴുകിയതും അടുപ്പിൽ തീ ഊതിയതും ഒക്കെ ശരി. ഭൂതകാലത്തിൽ ഒട്ടി നിന്നത് കൊണ്ട് തനിക്ക് ഒരു ഗുണമില്ല. വർത്തമാനകാലം, മുന്നിലെ അവസരങ്ങൾ അത് മുതലെടുക്കണം. നീയൊരു നേതാവാണ്. ചോരയും നീരുമുള്ള മനുഷ്യരാണ് നിന്നെ നേതാവാക്കിയത്. നേതാവായി കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്റെ അടിമകളാണ്. അവർ നിന്നെ അംഗീകരിക്കണം. അംഗീകരിക്കണമെങ്കിൽ നിന്റെ വ്യക്തിത്വം അവർ ചിന്തിക്കുന്നതിനും അപ്പുറം വളർത്തിയെടുക്കണം. നിന്നെ പറ്റിയുള്ള കഥകൾ, വീരകഥകൾ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുക്കെ പരക്കണം. കുശിരിക്കാരൻ എന്ന നിലയ്ക്കല്ല, പൊന്നുപോലെ തിളക്കമുള്ള ഒരു വ്യക്തിയായി അറിയപ്പെടണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. നീ നിന്നെ പറ്റി ചില കഥകൾ, ഒരു കഥയല്ല, വീരകഥകൾ മെനഞ്ഞുകൊണ്ടുണ്ടാക്കണം. ഉദാഹരണത്തിന്, നീ കുട്ടിക്കാലത്ത് മഹാധീരനായിരുന്നു എന്നൊരു കഥ. കുട്ടിയായിരിക്കെ ഒരു ദിവസം നീ കാട്ടിൽ പോയെന്നും കാട്ടിൽ നീ ഒരു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ടെന്നും നീ ആ സിംഹത്തിന്റെ വായിൽ കൈയിട്ടെന്നും ഒരു കഥ. അല്ലെങ്കിൽ നീ കുറെ കാട്ടാനകളെ മെരുക്കിയെടുത്തൊരു കഥയാണ്. അതുമല്ലെങ്കിൽ കുതിരപ്പുറത്ത് രണ്ടു കൈയും വിട്ട് അതിനേക്കാൾ വേഗത്തിൽ പറന്ന് സവാരി ചെയ്തു എന്നൊരു കഥ. യുവാവായിരിക്കെ നീ പ്രളയവും വരൾച്ചയും മഹാമാരിയും കൃത്യമായി പ്രവചിച്ചു എന്ന് വാങ്ങാം. മലമുകളിൽ കുടുങ്ങിപ്പോയ ഒരുവനെ രക്ഷിക്കാൻ ഒരു പക്ഷിയെ പോലെ പറന്ന് അവന്റെ അടുത്തെത്തി അവനെ രക്ഷിച്ചിരുന്നൊരു കഥ ഉണ്ട്. നീ കൂടുന്നിടത്തൊക്കെ നാലാൾ കൂടുന്നിടത്ത് ഇതങ്ങ് പറഞ്ഞു വിട്ടേക്കണം. നിന്റെ പിയാദിക്കാർ അത് ഏറ്റെടുത്ത് അതെല്ലാം ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ അറിയിച്ചു. ബ്രൂസോ, നിനക്ക് കലയും സാഹിത്യമൊന്നും കുലബന്ധമില്ലെന്ന് എനിക്കറിയാം. നീ പഠിച്ചിട്ടുണ്ടോ? പുസ്തകം ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. താൻ ഒരു കലാഹൃദയമുള്ളവരാണെന്ന് ലോകത്തെ അറിയിക്കണം. ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് കൊട്ടാരം നിറയ്ക്കണം. വലിയ വലിയ സാഹിത്യ പ്രഭുക്കളുമായി ചങ്ങാത്തം ഉണ്ടാക്കണം. സംഗീതജ്ഞരെ വിളിച്ചെടുത്ത് കച്ചേരികളും ഗസലും നടത്തണം. വയലിൻ കയ്യിലെടുത്ത് ഒരു ഫോട്ടോ, തബല വായിക്കുന്ന മറ്റൊരു ഫോട്ടോ, സിത്താർ വായന നടത്തുന്ന ചിത്രം പുറത്തു വരണം. നിന്നെ ആദരിക്കാൻ നീ തന്നെ ഏർപ്പാട് ചെയ്യണം. നിന്നെ പറ്റി പാട്ടുകൾ എഴുതിക്കണം. സംഗീതം കൊടുത്ത് ആ ഗാനങ്ങൾ അന്തരീക്ഷത്തിൽ ഒഴുകി പരക്കണം. നിനക്ക് ഒരുപാട് ശത്രുക്കൾ എന്നറിയണം. ശത്രുക്കളെ മാത്രമല്ല,
ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ നിനക്കാകണം. അവരുടെ തോളിൽ കൈയിടണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. അല്പം മദ്യം അവർക്കൊപ്പം കഴിച്ചാൽ എന്താ? അത് വേണം. മറ്റു രാജ്യങ്ങളിൽ പോകണം. ചെലവ് ചെയ്യാതെ ലോകം മുഴുവൻ തെണ്ടാൻ ദൈവം സഹായിച്ച് നിനക്കാവും. ലോകം നിന്റെ കാൽ കീഴിലാക്കണം. പിന്നെ ഒരു കാര്യം, ആ ഒരു കാര്യം ആരും അറിയരുത്. ഏത് കാര്യമല്ലേ? ആ കാര്യം തന്നെ പണ്ട് നീ കൂട്ടക്കൊല നടത്തിയ കാര്യം. ഇപ്പോഴേ ആളുകൾ അത് വളർന്നു തുടങ്ങി. നീ മഹാദയാലുവാണെന്നൊരു പ്രചാരണം പഠിച്ചു. മയിലുകൾക്കൊപ്പം നൃത്തം ചെയ്യണം. അണ്ണാനെ തോളിലേറ്റണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കണം. യുവാക്കളെ ആകർഷിക്കണം. ഇടയ്ക്കിടെ വേഷം മാറണം. സുന്ദരൻ വേഷങ്ങളിൽ യുവതികൾ പോലും നീയാൽ ആകർഷിക്കപ്പെടണം. ഒരു പെണ്ണിനെ വേൽക്കാനോ ജൈവപ്രക്രിയ നടത്താനോ ആവാത്ത ഒരു ജമുണ്ടനാണ് നീ എന്ന കാര്യം എനിക്കറിയാമെന്ന് നിനക്കറിയാമോ? ലോകമാകെയുള്ള സുന്ദരികളെ സ്വപ്നത്തിൽ കണ്ട് നിന്റെ ജൈവലായനി ഉടുതുണിയിലേക്ക് ഒഴുകിപ്പോകുകയാണെന്നും എനിക്കറിയാം. അക്കാര്യത്തിൽ നീ ഒരു നിർഗുണ പരബ്രഹ്മമാണെന്ന് ജനത്തിനും അറിയാം. പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യനാ നിന്റെ ഇരകൾ. അവരെ നീ ഒപ്പം നിർത്തണം. അതിനൊരു ജൈവായുധം ദൈവം കഴിഞ്ഞിട്ടുണ്ട്. ആ ജൈവായുധം നീ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നീട്ടിയും കുറിക്കിയുമുള്ള ഓരിടൽ പോലെ തോന്നിക്കും നിന്റെ പ്രസംഗം. മണ്ണിൽ മുളയ്ക്കാത്ത നുടകളുടെ മലവെള്ളപ്പാച്ചിലാണല്ലോ. വാക്കുകൾ കൊണ്ട് ജനങ്ങളെ തടവിലാക്കുക. ജനങ്ങളെ കൊണ്ട് മറ്റൊന്നും ചിന്തിപ്പിക്കരുത്. പട്ടിണി, തൊഴിലില്ലായ്മ, കൃഷിനാശം, കടം, രോഗദുരിതങ്ങൾ, പ്രളയം, കൂട്ടമരണം, കുഞ്ഞുങ്ങളെ അടക്കം മാനം കവരൽ, ബലാത്സംഗം, ദൂർത്ത്, ഖജനാവുകൊള്ള നികുതിമാനം തുടങ്ങിയ 100 കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തികട്ടി വരും. നിന്റെ നാക്കിന്റെ ബലത്തിൽ ഗീർവാണ പ്രസംഗം നടത്തി നിനക്കത് തടയാൻ കഴിയും. തടയണം. പ്രസംഗം നിർത്തരുത്. നിർത്തിയാൽ അവൻ നിന്നെ ചോദ്യം ചെയ്യും. നീ നിന്ന് വിയർക്കും. നിനക്കെതിരെ കടൽത്തിര പോലെ ജനരോഷം വരും. ആ ജനരോഷത്തിൽ നീ മുങ്ങി മരിക്കും. പോലീസിനെയും പട്ടാളത്തിനെയും ഇറക്കി നിനക്കത് തടയാൻ കഴിയും. അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ചേരി തിരിച്ച് തമ്മിൽ തന്നിച്ച് ജനശ്രദ്ധ തിരിക്കാൻ കഴിയും. ജനങ്ങളെ നീ ഭയക്കണ്ട. പുഴുക്കളാണവൾ, വെറും പുഴുക്കൾ. ഇതൊക്കെയാണെങ്കിലും ഒരു സംഗതി നീ മറക്കരുത്. അതുണ്ടല്ലോ, ആ തോക്ക് അത് ആരും കാണാതെ നീ ഒളിപ്പിച്ചു വെക്കണം. ആവശ്യമായി വരും. നീ നിൽക്ക്, ഞാൻ വരാം. എന്റെ കൈവശം തോക്കുണ്ടെന്ന കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു? മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന ഭീകരനാണ് അയാൾ. ബർണോസിൽ കലാപം ഉണ്ടാക്കിയത് അവനാണ്. ഒരു മതവിവാദത്തെ ശത്രുപക്ഷത്താക്കി അവരെ അണിയകളെ കൊണ്ടുവിട്ട് കൊന്നൊടുക്കി. ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും കൊന്നിട്ടു. ദേവാലയങ്ങൾ കത്തിച്ചു. വീടുകളിൽ ബുൾഡോസറുകൾ കൊണ്ട് നിരത്തി. ചോരക്കൊടി പുതിയതായ ചെന്നായ എന്നെ മറപറ്റി അയാൾ ചെയ്തു കൂട്ടുന്ന വക്രസുകൾ അവൻ എന്നെ ഉപദേശിച്ച് വശത്താക്കുന്നു. എന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് നടക്കുന്നു. ഒരു പെരുങ്കള്ളനാണ്. രാജ്യത്തിന്റെ ഖജനാവാണ് അയാളുടെ ലക്ഷ്യം. എന്റെ ചോരയും. പക്ഷേ എനിക്കയാളെ വേണം. ലക്ഷോപലക്ഷം ജനങ്ങളെ വരുതിയിൽ നിർത്താൻ പ്രഭുവായി എനിക്ക് മാത്രം കഴിയില്ല. അവൻ വരുന്നുണ്ട്. ക്രൂസോ,
ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനങ്ങ് പോകുന്നു. മനുഷ്യരെ പറ്റിയാണ്. ഈ മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരായി വളരാൻ വിട്ടിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യവും വിചാരവുമാണ് ഇവറ്റകളെ മനുഷ്യരാക്കുന്നത്. അത് തടയണം, തടഞ്ഞേ പറ്റൂ. കേവലം 10 വർഷം കൊണ്ട് നമുക്ക് ഈ മനുഷ്യരെ ആകമാനം നരഭോജികളാണ്. അതിനാദ്യം വേണ്ടത് മാംസഭക്ഷണം നിരോധിക്കുകയാണ്. അത് നീ ചെയ്യണം, ഉത്തരവിറക്കണം. മാംസം നിരോധിക്കുന്നതോടെ മനുഷ്യർക്ക് ആർത്തിമൂത്ത് പരസ്പരം ഏറ്റുമുട്ടും. സ്നേഹം, പ്രേമം, ദീനാനുകമ്പ ഇതെല്ലാം മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റണം. മതക്കാരെ പരസ്പരം അടിപ്പിക്കാനുള്ള വിദ്യകളുണ്ട്. നമ്മൾ നമ്മുടെ തന്നെ ദൈവപ്പുരകൾക്ക് തീ കൊടുക്കുക, മറ്റു മതക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവരുടെ ദൈവങ്ങളെ ചുട്ടരിക്കുക എളുപ്പം കഴിയുന്ന പണിയാണ്. ഖജനാവിൽ നിന്നും പണമിറക്കി ആയുധങ്ങൾ വാങ്ങി സൂക്ഷിക്കുക. പിന്നെ വിവാഹം കഴിക്കാത്ത മോനിക്കുട്ടന്മാരായ ചെറുപ്പക്കാരെ ഇട്ട് അന്യമതക്കാരായ സ്ത്രീകളെ ക്രൂരമായി ആക്രമിക്കുക. നാട്ടിൽ ഭയം വിതറുക. മതലകളിൽ ആടി പടരട്ടെ. ഏതാണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രകോപനം അത് പരമാവധി ഞാൻ ചെയ്തോളാം. പിന്നെ എന്തെല്ലാം ചെയ്യണമെന്ന് ഞാനൊരു കുറിപ്പ് തയ്യാറാക്കി കൊടുത്തയക്കാം. സഹപ്രവർത്തകരുമായി ആലോചിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കുക. ബ്രൂസോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നടപ്പാക്കി തുടങ്ങി. അതെ, ഞാനിപ്പോൾ പ്രഭുവല്ല, മഹാപ്രഭുവാണ്. എന്റെ ഭരണം രാജ്യത്തിന് പുറത്തും പ്രസിദ്ധമാകാൻ എനിക്ക് കഴിഞ്ഞു. മാംസം നിരോധിച്ചോടെ കാര്യങ്ങൾ എളുപ്പമായി. മാംസം ബുക്കുകളെ നിഷ്കരണം കൊന്നൊടുക്കി തുടങ്ങി. തല്ലിനും കൊന്നിനും കേസില്ലാതാക്കി. ഭരണത്തിലിരിക്കുന്ന ചിലർക്ക് മാംസം കയറ്റി അയക്കാനുള്ള ലൈസൻസ് രഹസ്യമായി നൽകി. അവര് പണക്കാരെയാ നാട്ടിനാവശ്യം. ദരിദ്രനാരായണന്മാർ നാട്ടിന് കളങ്കമാണ്, പീറകൾ. ബ്രൂസോ വാക്കുപാലിച്ചു. മതങ്ങൾ തമ്മിൽ തല്ലി വാളും കുന്തവും എടുത്ത് വെട്ടിച്ചാകാൻ തുടങ്ങി. നിയമസംഹിതകൾ മാറ്റി എഴുതി. രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിച്ചു. പഴയ പ്രതിഭകൾ പിഴുതിളക്കി. നമ്മുടെ പൂർവസൂരികളുടെ പ്രതിഭകൾ, അതും പടുകൂറ്റൻ പ്രതിഭകൾ, കോടാനുകോടികൾ ചെലവിട്ട് പുനഃസ്ഥാപിച്ചു. അതിനിടയിൽ രാജ്യത്തിന് പുറത്തുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് ചില ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും ഞാൻ വാങ്ങിയൊപ്പിച്ചു. വിദേശ പത്രങ്ങളിൽ ഞങ്ങൾ നിറഞ്ഞു നിന്ന്. കള്ളപ്പണം ഇല്ല എന്ന് പറഞ്ഞ് ചില നോട്ടുകൾ ഇല്ലാണ്ടാക്കി. ബാങ്കുകൾക്ക് മുന്നിൽ ജനങ്ങൾ പൊരുവേലിൽ എറുമ്പുകളെ പോലെ വരുന്നില്ല. ചില വീട് മരിച്ചു. ശത്രുദേവാലയങ്ങൾ ചുട്ടടിച്ചു. ഭരണത്തെ എതിർത്തും പരിഹസിച്ചും എഴുതിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികളെയും ലേഖനങ്ങൾ എഴുത്തുകാരെയും പത്രക്കാരെയും ഈ രാജ്യത്ത് നിന്നും എന്നേക്കുമായി പറന്നു. അവരിനി തൂലിക ഉയരുന്നില്ല. രാജ്യദ്രോഹികളായ പത്രക്കാരെ ഒന്നൊന്നായി കാരാഗ്രഹത്തിൽ വിശ്രമിക്കാൻ. ജനങ്ങൾ പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, പല വേഷങ്ങൾ അണിയുന്നത് രാജ്യത്തുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ചില്ലറയില്ല. ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു വേഷം, അത് മതി ഈ രാജ്യത്ത്. അതിനെതിരെ പ്രതിഷേധം, നിർദ്ദയം അതെല്ലാം അടിച്ചൊതുക്കും. എല്ലാ പ്രഭുക്കൾക്കും ഒരൊറ്റ മുഖം മതി എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. പൊയ്മുഖ നിർമ്മാണശാലകൾക്ക് ഓർഡർ നൽകി കഴിഞ്ഞു. അന്യരാജ്യത്തു നിന്നും ഇവിടെ വന്ന് കുറ്റിയടിച്ച് കഴിയുന്നവരെ പിടികൂടാനുള്ള നിയമം നടപ്പാക്കി വരുന്നു. എല്ലാത്തിനെയും വിളിച്ച് കയറ്റി അയക്കും. വിദേശികൾ വേണ്ട, രാജ്യത്ത് സ്വദേശികളുടെ സ്വർഗഭൂമിയൊക്കെയാണ് നമ്മുടെ നയം. ഭരണകൂടത്തിന് ഉടക്കിട്ട തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കർഷകർ, പരീക്ഷകൾ,
കാർഷിക ഉൽപ്പന്നങ്ങൾ വില പോരത്രേ. അവറ്റകൾ കടന്നലുകളെ പോലെയാണ്, പറന്നു കുത്തുന്നു. എല്ലാത്തിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. പിന്നെ പത്രക്കാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാഹിത്യകാരൻ, ഒന്നാലും ചാവാത്ത ഒരു വിഭാഗം. നാക്ക് പറിച്ചെറിഞ്ഞാൽ 100 നാക്കുമായി തിരിച്ചു വരും. ഭരണവ്യവസ്ഥയിൽ നിയമങ്ങൾ എല്ലാം മാറ്റി എഴുതുകയാണ്. കോടതികൾ ഇനി സ്വന്തക്കാർ മതി. പണ്ട് വിഡ്ഢികൾ രചിച്ചുണ്ടാക്കിയ നിയമം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് നടപ്പാക്കുന്നതോടെ എല്ലാം നമ്മുടെ വലിയ വരും. കടലിരുമ്പ് പോലെ ജനശബ്ദം. കർഷകരാണല്ലോ മുന്നിൽ. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആരാണ്? ആരാണ്? ക്രൂസോ, ചതിയൻ ക്രൂസോ. ക്രൂസോ, നീ ചതിയനാണ്. ഇല്ല, എനിക്ക് പരാജയപ്പെടാൻ പറ്റില്ല. എനിക്ക് പരാജയപ്പെടാൻ പറ്റില്ല. ഞാൻ തോൽക്കില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ